ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് വീണ്ടും നീട്ടി. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് നീട്ടിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായുണ്ട്. ഷഫീദ്, വീണ്ടും ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടിയിരിക്കുന്നു. 14 ദിവസത്തേക്ക്. എന്തൊക്കെയാണ് കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ? ഹാജിക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആർക്കും ജാമ്യം കൊടുക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളിലേക്ക് കോടതി പോകുന്നു. കഴിഞ്ഞ ദിവസമാണ് വളരെ ഗൗരവമുള്ള ചില ഉത്തരവുകൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങുന്നത്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവർ വലിയ ഗൂഢാലോചന നടത്തി. മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രോസസ്സുകൾ സംബന്ധിച്ച ചില കാര്യങ്ങളിൽ വ്യക്തത തേടി വീണ്ടും സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം നടത്തണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ SIT ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് ഇങ്ങനൊരു നീക്കം ഇപ്പോൾ ഉണ്ടാകുന്നത്. ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അത് കവർച്ച ചെയ്ത കേസിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടൊരു തീരുമാനം വന്നിരിക്കുന്നത്. എ പത്മകുമാർ ഇതിന്റെ കോൺസ്പിറസിയിൽ, അതായത് ഗൂഢാലോചനയിൽ പങ്കെടുത്തയാളാണെന്നായിരുന്നു SITയുടെ വാദം. പ്രോസിക്യൂഷനും അത് തന്നെയാണ് കോടതിയെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അന്വേഷണം നിർണായകമായിരിക്കെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നത് കേസിന് തിരിച്ചടിയാകും എന്നുള്ളതാണ് നിലവിലെ അന്വേഷണ സംഘത്തിന്റെ അഭിപ്രായം. അത് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല എ പത്മകുമാർ അടക്കമുള്ള ആളുകൾ അവരെ കസ്റ്റഡിയിൽ തുടർന്ന് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ SIT അറിയിക്കുകയും ചെയ്തിരുന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു അവരുടെ റിമാൻഡ് ദിവസം അത് വീണ്ടും നീട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് കേസുകളിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മുരാരി ബാബുവും വീണ്ടും ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. രണ്ട് കേസുകളിലും ഈ മാസം 14 കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും. എന്തായാലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ഒരാൾക്കും ഇതുവരെയും കോടതി ഈ രീതിയിൽ ജാമ്യം അനുവദിക്കുന്ന സാഹചര്യമില്ല. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്നവർ ആ രീതിയിൽ തുടരട്ടെ. സംസ്ഥാനത്തിന് പുറത്തേക്കടക്കം നിർണായകമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ള നിലപാടാണ് SITക്കുള്ളത്. നാളെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ നിർണായകമാണ്. ശബരിമലയിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള സാമ്പിളുകൾ, അതിന്റെ പരിശോധനാ ഫലം VSSയിൽ നിന്നൊരിക്കൽ ഒരുപക്ഷെ കൈമാറുക നാളെയാകും. അത് ആ രീതിയിൽ നിർണായകവുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.